കാരിത്താസിന്റെ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടില് നേഴ്സ് സ്ട്രൈക്കിന്റെ ഫ്രണ്ടിലാണ്. ഇവർ 5 ദിവസമായിട്ട് ഇവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇവർ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 2-3 കേസുമാരെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം, ഈ 5 ദിവസമായിട്ട് ഇവർക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഇവിടുന്ന് മാനേജ്മെന്റ് സൈഡിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ചേച്ചി പേരെന്താ? ചേച്ചി ഇവിടെ എത്ര വർഷമായിട്ട് വർക്ക് ചെയ്തു? 5 വർഷമായി. ചേച്ചിയുടെ പേര്? പേര്? ജോസ്. നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ നഴ്സുമാരുടെ സമരം കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാനേജ്മെന്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റുകാർ പല ഭീഷണികളും പല കാര്യങ്ങളും നടത്തിയിട്ടും ഇവരാരും പിന്മാറിയിട്ടില്ല. കുറച്ച് ഹോസ്പിറ്റലുകളൊക്കെ മിനിമം വേതനം എന്നുള്ളത് 40,000 എന്നുള്ളത് അംഗീകരിച്ചായിട്ട് UNA പ്രസിഡന്റ് ജാസ്മിൻ ഷാ സംസാരിക്കുന്നത് കണ്ടു. പക്ഷെ മറ്റു ചില ഹോസ്പിറ്റലുകൾ ഇപ്പം ഈ വീഡിയോ കണ്ടതുപോലെ തന്നെ കാരിത്താസ് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ അവർ 5 ദിവസത്തിൽ കൂടുതലായിട്ട് സമരം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു ന്യൂസ് കണ്ടു, ഒരു വീഡിയോ കണ്ടു. നമ്മുടെ തിരുവല്ല പുഷ്പഗിരി ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ UNA സമരം ചെയ്യുന്നു. എന്നിട്ട് പോലീസുകാർ വന്നിട്ട് അത് തടയുന്നു, അങ്ങോട്ട് അടുക്കാൻ സമ്മതിക്കുന്നില്ല. അതെന്താ? നേഴ്സുമാർ മാത്രം സമരം ചെയ്യുമ്പോൾ ഇവർക്കൊക്കെ ഇത്ര ആവേശം വന്ന് തടയാനും ഇത് മീൻസ് അലങ്കോലപ്പെടുത്താനുള്ള ഒരു ആവേശം? ബാക്കി ഒരു പാർട്ടി പ്രവർത്തകർ സമരം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വേറെ ഡോക്ടർമാർ സമരം ചെയ്യുമ്പോഴോ ഒന്നും ആരും ഇതൊന്നും ചെയ്യുന്നില്ല. പക്ഷെ നേഴ്സുമാർ സമരം ചെയ്യുമ്പം, അതായത് നമ്മളെ ഒന്ന് നമുക്ക് നമ്മുടെ ജോലിക്കുള്ള ഒരു റെസ്പെക്റ്റോ നമുക്കൊരു പരിഗണനയോ കിട്ടുന്നില്ല. അതാണ് ഇപ്പം മെയിനായിട്ട് നമ്മുടെ നാട്ടിലെ പ്രശ്നം. അതാണ് അതുകൊണ്ടാണ് മിക്ക നഴ്സുമാരും സാലറി മാത്രമല്ല മറ്റുള്ള രാജ്യങ്ങളിലോട്ട് പോകാനുള്ള കാരണം ഈ റെസ്പെക്റ്റാണ്. നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമുക്കൊരു റെസ്പെക്റ്റ് വേണം. ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണ് നഴ്സുമാർ. അല്ലാതിപ്പോൾ അവിടെ ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ മാത്രം ഉണ്ടായിട്ടോ ബാക്കി അവരുടെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് മാത്രം ഉണ്ടായിട്ടോ ബാക്കി അത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടായിട്ടോ ഒന്നും ഒരു കാര്യമില്ല. നേഴ്സുമാരും കൂടി വേണം. കാരണം പേഷ്യൻ്റ് സൈഡിൽ 24 അവർ നിന്നിട്ട് കെയർ കൊടുക്കുന്ന ആൾക്കാർ ഞങ്ങളാണ്, നേഴ്സുമാരാണ്. അപ്പോൾ ഈ നേഴ്സുമാരെ തന്നെയാണ് ഇവർ ഇത്രയും അവഗണിക്കുന്നത്. ഇത്രയും നാളായിട്ട് സമരം ചെയ്യുന്നു, അവരുടെ ആവശ്യങ്ങൾ ന്യായമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ട് പോലും അംഗീകരിക്കാൻ മടി. ഈ ഹോസ്പിറ്റലുകൾ ഇപ്പോൾ കാരിത്താസ് ഹോസ്പിറ്റല്, ലിറ്റിൽ ഫ്ലവർ, പുഷ്പഗിരി, ഇതൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളാണ്. ക്രിസ്ത്യൻ മാനേജ്മെന്റുകളാണ്. ഞാനും ക്രിസ്ത്യനാണ്. അപ്പോൾ ഇവിടെ പഠിച്ചിറങ്ങുന്ന 3/4 പിള്ളേരും ക്രിസ്ത്യൻസ് തന്നെ. അവിടെ തന്നെ ഇത് നഴ്സിംഗ് കോളേജ് ഉണ്ട്. എന്നിട്ട് അതിന് തന്നെ പൈസ ഊറ്റുന്നു. എന്നിട്ട് ഇപ്പം അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന പിള്ളേർക്ക് അല്ലെങ്കിൽ നഴ്സുമാർക്ക് സാലറി കൊടുക്കാൻ അവർക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? ഇതിനൊന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. എന്നിട്ട് ഞാനവിടെ എൻ്റെ പല റിലേറ്റീവ്സായിട്ടും പുഷ്പഗിരിയിലൊക്കെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പം തന്നെ നേഴ്സുമാർ ഇപ്പോഴൊന്നും അല്ല, വർഷങ്ങൾക്ക് മുമ്പ് അപ്പം തന്നെ അവർ സംസാരിച്ചിട്ടുണ്ട്. അവിടുത്തെ ജോലിക്കാരുടെ മീൻസ് ജോലിഭാരം കൂടുതലാണെന്നും സാലറി ഒട്ടും ഇല്ലെന്നൊക്കെ അപ്പോഴും അവർ പറയുന്നുണ്ട്. അതേസമയം നമ്മൾ കേരളത്തിന് പുറത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവൻ ബാംഗ്ലൂർ ആണെങ്കിലും ഈവൻ ഹൈദരാബാദ് ഏത് സ്ഥലമാണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല സാലറി തന്നെ കിട്ടും. എന്നിട്ട് സ്വന്തം നാട്ടിൽ എല്ലാവരും നിൽക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം ഇവർ ഒരു പരിഗണനയും തരുന്നില്ല. എന്നിട്ട് ഇപ്പം പല വീഡിയോസും കാണുന്നു, പല ഡോക്ടേഴ്സും വന്നിട്ട് വീഡിയോ ഇടുന്നു. ഇത് ICU കിടക്കുന്ന പേഷ്യൻസിനെ ബാധിക്കും, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കെയർ കിട്ടേണ്ട പേഷ്യൻസിനെ ബാധിക്കുന്നു. നഴ്സുമാരുടെ സമരം ഇതെങ്ങോട്ടാണ് പോകുന്നത്? ഇതൊന്നും ഡോക്ടേഴ്സുമാരെ സമരം ചെയ്യുമ്പോൾ ഇവരാരും രംഗത്ത് വന്നിട്ട് ഇങ്ങനെയൊന്നും സംസാരിക്കുന്ന കണ്ടിട്ടില്ല. ഡോക്ടേഴ്സ് സമരം ചെയ്യുമ്പം അവർ പേഷ്യൻസിനെ കാണുന്ന പോലും ഇല്ല. ഇപ്പം നേഴ്സുമാരെ സമരം ചെയ്യുമ്പോൾ പേഷ്യൻസിനെ കാണാനൊരു ഡോക്ടറെങ്കിലും ഉണ്ട്. അതേസമയം അവരെ സമരം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആരുമില്ലായിരുന്നു. പക്ഷെ ഇപ്പം നേഴ്സുമാർ സമരം ചെയ്യുമ്പം ഏതോ ഒരു ഹോസ്പിറ്റൽ, ഞാൻ ഓർക്കുന്നില്ല ഏത് ഹോസ്പിറ്റലാണ്, അവിടുത്തെ ന്യൂറോളജിസ്റ്റ് കൺസൾട്ടൻ്റ് ആണ്, എനിക്ക് തോന്നുന്നു ഏതോ ഡിപ്പാർട്ട്മെൻറ്റ് HOD ആണെന്ന് തോന്നുന്നു. പുള്ളി വന്നിരുന്നിട്ട് പറയുന്നത്, ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കേണ്ട പേഷ്യൻറ്റ് കൊടുക്കാൻ പറ്റത്തില്ല, അങ്ങനെയാണ് നേഴ്സുമാർക്ക് ഇങ്ങനെ പറ്റുന്നു. എന്തുകൊണ്ട് ഇവർ മാനേജ്മെന്റിനോട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നില്ല? എങ്ങനെയെങ്കിലും ഇവരുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കണമെന്ന് പറയുന്നില്ല. 40,000 രൂപ എന്നുള്ളത് മിനിമം ഒരാൾക്ക് കിട്ടേണ്ട, അല്ലെങ്കിൽ ഒരു നേഴ്സിന് ഇന്നത്തെ കാലത്ത് കിട്ടേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ള മീൻസ് അല്ലെങ്കിൽ നെസസറി ആയിട്ടുള്ള ഒരു സാലറിയാണ്. അത് അല്ലാതെ ഇത് വലിയ തെറ്റൊന്നുമല്ല. ഇത്രയും വലിയ സാലറി ചോദിച്ചു, മീൻസ് 40,000 ചോദിക്കുന്നു എന്നുള്ളത് വലിയ തെറ്റൊന്നുമല്ല. ഇന്നത്തെ കാലത്ത് 2026
ഇപ്പോഴും ഇവർ ഈ 20,000 കൊടുത്തോണ്ടിരിക്കുക എന്ന് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം വരുന്ന രോഗികളിൽ നിന്ന് നേഴ്സുമാരുടെ ഫീസ് എന്നുള്ള രീതിയിൽ എത്രയോ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു 1,000-2,000 രൂപയൊക്കെ ഒരു ബില്ല് തന്നെ ഇവർ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കൊടുക്കുന്ന സാലറിയോ, ഞങ്ങൾക്ക് കിട്ടുന്ന സാലറിയോ 20,000 രൂപയൊക്കെ ആയിരിക്കും. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ നമുക്ക് വേണ്ടി സംസാരിക്കാനോ ആരുമില്ല. അപ്പം ഇപ്പം ഇവർ പേഷ്യൻസിൻ്റെ റിലേറ്റീവ്സിനെ കൊണ്ടും പേഷ്യൻസിനെ കൊണ്ടും ഡോക്ടേഴ്സിനെ കൊണ്ടും ഒക്കെ സംസാരിപ്പിക്കുകയാണ് നേഴ്സുമാരുടെ സമരം എങ്ങനെയും നിർത്തണം. എന്നാൽ ഇതിന് സാലറി കൊടുത്ത് പരിഹരിക്കാമെന്നോ ഇവരെ തിരിച്ചെടുക്കാം, മീൻസ് ഹോസ്പിറ്റൽ നല്ല രീതിയിൽ റൺ ചെയ്യാമെന്നൊന്നും ചിന്തിക്കുന്നില്ല. ഇപ്പം ഈ സമരം ചെയ്യുന്ന മിക്ക നേഴ്സുമാർക്കും ഇനി തിരിച്ച് കയറാൻ പറ്റുമോ, എപ്പോൾ കയറാൻ പറ്റും, ജോലി കിട്ടുമോ എന്ന് പോലും അറിയത്തില്ല. എന്നിട്ട് പോലും അവർ ഈ സമരം ചെയ്യുന്നുണ്ടെങ്കിൽ അവർ മടുത്തിട്ടാണ്. ഇത്രയും വർഷങ്ങളായിട്ട് പറഞ്ഞിട്ടും ഒരു ശമ്പള പരിഷ്കരണവും നടത്താത്ത മാനേജ്മെന്റിന്റെ ഫ്രണ്ടിൽ അവർ മടുത്തിട്ടാണ് ഇത്രയും ദിവസങ്ങളായിട്ട് സമരം ചെയ്യുന്നത്. എന്നിട്ടും അത് പരിഗണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ കഷ്ടം തന്നെയാണ്. UNAക്ക് ഫുൾ സപ്പോർട്ട്. നിങ്ങൾ ഈ എനർജി തന്നെ പോവുക. എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. സാലറി കിട്ടുക തന്നെ വേണം.